അപ്പോൾ നമ്മുടെ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6 പാനലിൻ്റെ വർക്കാണ്. അതും നമ്മൾ ബെഡൊക്കെ അടിച്ച് 2 സ്ട്രക്ചറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ സ്ട്രക്ചറുകൾ. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ നമ്മുടെ സോളാർ പാനലിൻ്റെ സ്ട്രക്ചർ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പൈപ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിന് വേണ്ട ഡമ്മി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പൈപ്പ് കാര്യങ്ങളൊക്കെ കയറ്റി പ്രൈമർ അടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടതാണ്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാ പൈപ്പും കട്ട് ചെയ്ത് അതിൻ്റെ ബെഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വാട്ടർ ലെവലും സ്പിറ്റ് ലെവലൊക്കെ നോക്കിയിട്ടാണ് ബെഡ് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ 2 ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു ബെഡ് അടിച്ച് ഫ്രെയിം നമ്മൾ ഇപ്പുറത്തെ സൈഡ് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പർലിങ്ങൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടാണ് നമ്മൾ പാനലിനുള്ള സ്ട്രക്ചർ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ സ്ട്രക്ചർ എല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഫുൾ വെൽഡിങ് കഴിഞ്ഞിട്ടില്ല, ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഡമ്മി കാര്യങ്ങളൊക്കെ വെക്കണം. ഫുൾ വെൽഡിങ് ഉണ്ട്. എന്നിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഫുള്ള് വെൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ്ങും കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കോൺക്രീറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ സ്റ്റാൻഡ് നമ്മളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 സൈറ്റ് അടുത്തടുത്തുള്ളതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്ത് തീർക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി നടക്കാനുള്ള ലാൻഡിങ് ഉണ്ട്. ഇതിൽ നമ്മൾ പൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്ന ഈ പർലിങ്ങായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1.5 1.5 കനം കൂടിയ പൈപ്പും അതിൻ്റെ താഴെ ബാക്കിയുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ 3 1.5 കനമുള്ള പൈപ്പുകളാണ്. അപ്പോൾ 4 4ൻ്റെ പ്ലേറ്റൊക്കെ എടുത്ത് ആങ്കർ 8mm ആങ്കർ ബോൾട്ടൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടാണ് ഫ്രെയിമും നമ്മുടെ സ്ട്രക്ചർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 3/4 1.5 പൈപ്പ് നമ്മൾ 3/4 ഇഞ്ച് മുകളിലേക്ക് വരുന്ന പോലെ ഒരു 4 പൈപ്പ് നിരത്തിയിട്ടാണ് നമ്മുടെ ലാൻഡിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ബൾജിങ്ങോ വളവോ ബെൻഡോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടാവില്ല. സേഫ്റ്റി ആയിട്ട് തന്നെ നടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ കേട്ടോ.